ഹലോ, നമസ്കാരം. ഇന്നലെ വാഴ സിനിമ കണ്ടു. സിനിമയുടെ പ്രൊമോഷനൊന്നും അല്ല കേട്ടോ. ആ ഒരു സിനിമ എനിക്ക് വല്ലാതെ ഇഷ്ടപ്പെട്ടു. അപ്പോൾ അതുകൊണ്ട് അതുമായി ബന്ധപ്പെട്ട ചില കാര്യങ്ങൾ നിങ്ങളോട് ഷെയർ ചെയ്യണമെന്ന് തോന്നിയിട്ടാണ് ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യുന്നത്. പ്രധാനമായിട്ടും ഇന്നത്തെ സാഹചര്യത്തിൽ എല്ലാ പേരൻസും, അതായത് പേരൻസും മക്കളും ഒക്കെ ഒന്നിച്ചിരുന്ന് കാണേണ്ട ഒരു സിനിമയായിട്ടാണ് എനിക്ക് തോന്നുന്നത്. പേരൻസിൻ്റെയും മക്കളുടെയും ഒക്കെ പ്രശ്നങ്ങളാണ് ഈ ഒരു സിനിമയിൽ അവതരിപ്പിക്കുന്നത്. സിനിമ ഒരു കൊമേഴ്സ്യൽ സിനിമ തന്നെയാണ് കേട്ടോ. നമുക്ക് നന്നായിട്ട് ആസ്വദിക്കാൻ കഴിയുന്ന ഒരു സിനിമയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ എല്ലാവർക്കും സിനിമ ആ ഒരു രീതിയിലും കാണാൻ കഴിയും. പക്ഷേ സിനിമ നമ്മളെ ഒരുപാട് ചിന്തിപ്പിക്കുന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത്. എന്നെ സംബന്ധിച്ചിടത്തോളം ഇത് ടീനേജ് പ്രായത്തിലുള്ള പിള്ളേരും അതുപോലെ തന്നെ അവരുടെ പേരൻസും ഒക്കെ ഒന്നിച്ചിരുന്ന് കാണേണ്ട ഒരു സിനിമ. പ്രധാനമായിട്ടും എല്ലാവർക്കും കാണാം. അതുപോലെ തന്നെ പ്രത്യേകിച്ച് ടീനേജ് പ്രായത്തിലുള്ളവരും അവരുടെ പേരൻസും ഒക്കെ ഒന്നിച്ചിരുന്ന് ഈ ഒരു സിനിമ കാണുകയാണെങ്കിൽ ഒരുപക്ഷേ ജീവിതത്തിൽ ഒരുപാട് മാറ്റങ്ങൾ ഉണ്ടാവും എന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം എന്നെ സംബന്ധിച്ചിടത്തോളം എൻ്റെ മോന് അത്ര വലുതല്ല എങ്കിലും ഇപ്പോൾ 4ാം ക്ലാസ്സിലാണ് പഠിക്കുന്നത്. ഈ ഒരു പ്രായത്തിൽ തന്നെ ഞാൻ കുട്ടിയോട് കുറച്ച് കൂടുതലായിട്ട് പഠിക്കുക എന്ന രീതിയിൽ അവനോട് പെരുമാറുന്നുണ്ടോ, അതുപോലെ തന്നെ അവന് ഒരു നിർബന്ധം, ചില കാര്യങ്ങളൊക്കെ രാവിലെ എത്ര മണിക്ക് എണീക്കണം എന്നീ കാര്യങ്ങളിലൊക്കെ ഒരു നിർബന്ധം പിടിക്കുന്നുണ്ടോ എന്ന് എനിക്കൊരു സംശയം അല്ലെങ്കിൽ ഒരു കൺഫ്യൂഷനാണ് ഇപ്പോൾ സത്യം പറഞ്ഞാൽ വന്നിരിക്കുന്നത്. എങ്ങനെയാണ് കുട്ടിയോട് പെരുമാറേണ്ടത്, കുട്ടിയോട് പഠിക്കാൻ പറയണോ അല്ലെങ്കിൽ വേണ്ടയോ, ഏത് രീതിയിലാണ് കുട്ടിയെ അവയർനെസ് ഉണ്ടാക്കി എടുക്കേണ്ടത് എന്ന കാര്യത്തിൽ ഇപ്പോൾ ഒരു കൺഫ്യൂഷൻ വന്നിരിക്കുന്നതാണ്. ഇപ്പോൾ എനിക്കൊരു സൊല്യൂഷനായിട്ട് തോന്നുന്നത് ഏതെങ്കിലും പാരൻറ്റിങ് ക്ലാസ്സുകൾക്കൊക്കെ അറ്റൻഡ് ചെയ്യുക. അതല്ല നമ്മുടെ പ്രശ്നങ്ങൾ കൊണ്ട് അല്ലെങ്കിൽ നമ്മൾ ബിഹേവ് ചെയ്യുന്ന ഒരു രീതി കൊണ്ട് ഒരു പക്ഷേ കുട്ടിക്ക് നെഗറ്റീവ് എനർജി ഉണ്ടാവണ്ട എന്നുള്ള ഒരു ചിന്തയാണ് എന്നെ സംബന്ധിച്ചിടത്തോളം ഈ ഒരു സിനിമ കണ്ടപ്പോൾ എനിക്ക് തോന്നിയിട്ടുള്ളത്. അപ്പോൾ അതുകൊണ്ട് തന്നെ എല്ലാവരും ഈ ഒരു സിനിമ കണ്ടു കഴിഞ്ഞാൽ ഒരു പക്ഷേ ജീവിതത്തിൽ എന്തെങ്കിലും മാറ്റങ്ങൾ വരുത്തണം എന്നൊക്കെ നമുക്ക് ചിന്ത നമ്മുടെ മനസ്സിലുണ്ടാവാൻ സാധ്യതയില്ല. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ ഒരു വീഡിയോ ചെയ്തിട്ടുള്ളത്. മാക്സിമം കാണാൻ കഴിയുന്നവരൊക്കെ ഈ ഒരു സിനിമ കാണാൻ ശ്രമിക്കുക. അതുകൊണ്ട് ഒരു പക്ഷേ നമുക്ക് ജീവിതത്തിൽ ഒരുപാട് മാറ്റങ്ങൾ ഉണ്ടാവുമെന്നാണ് എൻ്റെ വിശ്വാസം. എന്തായാലും ഞാൻ ഈ ഒരു വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുകയാണ്. പുതിയൊരു വീഡിയോ ആയിട്ട് ഇനി വരുന്നതാണ്. ഓക്കെ, ബൈ.